സച്ചിൻദാസ് മാക് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 10 പുതിയ സിലബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ പുതിയ സിലബസ് നിങ്ങളിലേക്ക് എത്തും വീഡിയോസ് ആയിട്ട്. അപ്പോൾ ഗണിതം അല്ലെങ്കിൽ മാത്സ് എത്രയും രസകരമായിട്ട് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 10th എല്ലാ സ്റ്റുഡൻസും ഇപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഇട്ട് തുടങ്ങും. ഞാനായിട്ട് ഉദ്ദേശിക്കുന്നത് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു വീഡിയോ ത്രൂ ആയിട്ട് മലയാളം മീഡിയം ആണെങ്കിൽ അത് മൊത്തം മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സും നോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നോട്ട് എഴുതിയിരിക്കുക, ഹോംവർക്കൊക്കെ ഇടയിൽ തരും, നന്നായിട്ട് ചെയ്ത് തന്നെ നോക്കുക. ഇപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണി, നമ്മൾക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ്. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും അറിയുന്നതാണ്. അതുപോലെ തന്നെ സമാന്തര ശ്രേണിയും ബീജഗണിതവും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കണക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിൽ ഇപ്പൊ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, ബീജഗണിതം എന്ന് പറഞ്ഞാൽ ആൾജിബ്ര. ഇനി സാധ്യതകളുടെ ഗണിതം പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പോ അതും അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അതും നമുക്ക് കഴിഞ്ഞ ഇയറിൽ വരെ നമുക്ക് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വൃത്തവും കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതേ സെയിം തന്നെയാണോ എന്നുള്ളത് കണ്ടറിയാം. ഇനി രണ്ടാകൃതി സമവാക്യങ്ങളാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അതുപോലെ അടുത്തത് ത്രികോണമിതി എന്നാണ്. ത്രികോണമിതി മീൻസ് ട്രിഗ്നോമെട്രി, നമുക്ക് ഇംഗ്ലീഷിൽ ട്രിഗ്നോമെട്രി എന്ന് പറയാം. അതുപോലെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ 7 ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 127 നിന്നാണ് 7th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം ഒരു 150 ഒക്കെ ഉള്ളില് പേജസ് നമ്മുടെ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് മാത്രമല്ല, ഇനിയാണ് നമ്മൾ ശരിക്കും വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, റെഡി ആയിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.